ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ച പ്രശസ്ത നടൻ സന്തോഷ് കെ നായരെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ സിന്ധു പനക്കൽ. അദ്ദേഹത്തിന് തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്നും അത് മാറ്റാൻ കഴിയാത്തതിനാൽ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവസാനമായി കാണാനോ താൻ പോകുന്നില്ലെന്നും സിന്ധു പനക്കൽ കുറിച്ചിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു വാർത്ത ശ്രവിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം തുടങ്ങിയത്. നടൻ സന്തോഷ് ഏട്ടൻ്റെ മരണവാർത്ത. സന്തോഷ് ഏട്ടനുമായി 38 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ വർക്ക് ചെയ്ത കുറേ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ഇരിങ്ങാപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് രാത്രി 10 മണി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നായിരുന്നു. സന്തോഷ് ഏട്ടനെ പരിചയമുണ്ടോ എന്നാണ് ചോദ്യം. പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഒരു കാര്യം ചോദിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചു. ആ കമ്പനിയുടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. വരാമെന്ന് ഏറ്റിരുന്ന ആർട്ടിസ്റ്റിന് പെട്ടെന്ന് വരാൻ പറ്റാതാവുകയും നാളെ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തുകയും വേണം. അവർ ആലോചിച്ചപ്പോൾ സന്തോഷ് ഏട്ടനാണ് അതിന് പറ്റിയ ആൾ. അവർ വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അതാണ് എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഞാൻ വിളിച്ചു. രാത്രി 10:30 സന്തോഷ് ഏട്ടൻ ഫോൺ എടുത്തു. ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയല്ല. സന്തോഷ് ഏട്ടനെ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് നമ്പർ കൊടുക്കും. അവർ വിളിക്കും. കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. നാളെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഇന്ന് തന്നെ പുറപ്പെടേണ്ടി വരും. അദ്ദേഹം സമ്മതിച്ചു. ഞാൻ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് നമ്പർ കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് ഉച്ചയോടുകൂടി എനിക്ക് സന്തോഷ് ഏട്ടൻ്റെ 2 ശബ്ദ സന്ദേശങ്ങളാണ് വരുന്നത്. അതിലൊന്ന് ഇങ്ങനെയായിരുന്നു: നീ ഇനി എന്നെ വിളിക്കരുത്. നിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് നെഞ്ചിലൊരു നീറ്റലുണ്ടായി. അതൊരു അറം പറ്റിയ വാക്കായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എൻ്റെ പട്ടട കാണാൻ പോലും നീ വരരുത്. എന്നെ ആക്കാൻ വേണ്ടി വിളിക്കരുത്. ഇതെന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ സന്തോഷ് ഏട്ടനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പുറപ്പെടാൻ റെഡിയുമായിരുന്നു. വേറെ ചില കാരണങ്ങൾ കൊണ്ട് പിറ്റേന്ന് ആ ഷൂട്ടിംഗ് നടത്താൻ പറ്റാതെ വന്നു. അത് സന്തോഷ് ഏട്ടനെ അറിയിക്കുകയും ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത എനിക്കൊരു ബന്ധവുമില്ലാത്ത സിനിമ ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്യാൻ പോയതാണ് ഞാൻ. അത് സന്തോഷ് ഏട്ടനെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാനുമായി നല്ല സൗഹൃദമുള്ള ആളായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി അദ്ദേഹം എൻ്റെ നാടായ ഗുരുവായൂരിലാണ് താമസിക്കുന്നത്. കുറച്ചു കാലമായി അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടെങ്കിലും ഗുരുവായൂരിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ട്. നല്ല പരിചയമുള്ള ഒരാൾ വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ പട്ടട കാണാൻ പോലും നീ വരരുതെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയ സങ്കടമായി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ വാട്സാപ്പിൽ കിടക്കുന്ന ആ വോയിസ് ഞാൻ ഒന്നുകൂടി എടുത്ത് കേട്ടു. ഇന്ന് ഞാൻ ഗുരുവായൂരുണ്ട്. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങി പോകുന്ന ഈ ദിവസം അദ്ദേഹത്തെ കാണാൻ ഞാൻ പോകുന്നില്ല. കാണാൻ പോയാൽ അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ സന്തോഷ് ഏട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സിന്ധു പനക്കൽ കുറിച്ചത്. സിനിമാ ലോകത്ത് നിന്നും നിരവധി പേരാണ് സന്തോഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. വളരെ അപ്രതീക്ഷിത മരണമായിരുന്നു സന്തോഷ് കെ നായരുടേത്. വാഹനാപകടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അദ്ദേഹവും ഭാര്യയും പുലർച്ചെ യാത്ര ചെയ്യുന്ന സമയത്ത് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.